പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കാൾ ഉപരി നാം സ്നേഹിക്കുന്നത് എന്ത് വിഗ്രഹമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യഹോവയായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ കഠിനമായി ശിക്ഷിക്കുകയും അവരെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് നയിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് എന്ന് നോക്കുവാണെങ്കിൽ, അവർ തന്നെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹ ആരാധകരായി തീർന്നതിനാലാണ്. സർവശക്തനായ ദൈവം ആരാണെന്ന് അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്ത ദൈവജനമാണ്. അനേക അത്ഭുതം അതിശയങ്ങളിലൂടെ ദൈവം അവരെ വഴി നടത്തിയതും ഒക്കെ അവർക്കറിയാം. എങ്കിലും ജീവനുള്ള ഒരു ദൈവത്തെ അവർ മറന്ന് മനുഷ്യൻ്റെ കരങ്ങളിൽ ഉണ്ടാക്കിയ ദൈവങ്ങളെ അവർ ആരാധിക്കാൻ തുടങ്ങി. അതിന് വിഗ്രഹ ആരാധന എന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവം അവരോട് കോപപ്പെടുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അത് കഠിനമായിട്ടുള്ള ശിക്ഷയിലാണ് അവരെ നയിച്ചത്. അതുകൊണ്ട് ദൈവം അവരെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് നയിപ്പിക്കാനായിട്ട് ഇടയായി. ദൈവത്തെ മാത്രം ആരാധിക്കുന്നതെന്ന് ഭാവിച്ചിരുന്ന ബാബിലോണിയൻ പ്രവാസികളായിരുന്ന അവരെക്കുറിച്ച് അവർ ദൈവത്തിന് മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്നായിരുന്നു അവരുടെ ഭാവം. എന്നാൽ അവർ ഹൃദയത്തിനകത്ത് അവർ കൊണ്ടു നടന്നതെല്ലാം വിഗ്രഹങ്ങളെ ആയിരുന്നു. എന്നാൽ ദൈവം ഒരു യെഹെസ്കേൽ പ്രവാചകനിലൂടെ അത് വെളിപ്പെടുത്തുന്നു. ദൈവം തൻ്റെ പ്രവാചകനെ യെഹെസ്കേലിനോട് അരുളി ചെയ്യുന്നതിൽ നിന്ന് വിഗ്രഹ ആരാധനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിലയിരുത്തൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മനുഷ്യപുത്ര, ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്: മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ, അതായത് ഈ ഇസ്രായേൽ മനുഷ്യർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവർ അകൃത്യമാകുന്ന ഇടർച്ചക്കല്ല് തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് യെഹെസ്കേൽ 14:3 പറയുന്നു. അകൃത്യമാകുന്ന ഇടർച്ചക്കല്ലെന്ന് വെച്ചാൽ ദൈവത്തിനെ മറന്ന് വേറെ എന്തിനെ സ്നേഹിച്ചാലും വേറെ എന്തിനെ ആരാധിച്ചാലും ഏത് വിഗ്രഹമായാലും അത് അവർക്ക് ഇടർച്ചക്കല്ല് എന്നാണ് കർത്താവ് പറയുന്നത്. യെഹെസ്കേൽ 14:3 ഇത് പറയുന്നത്. സോ ഈ ഇസ്രായേൽ ജനങ്ങൾ വിചാരിക്കുന്നത് ദൈവത്തിന് ഇതൊന്നും അറിയത്തില്ല, തങ്ങൾ വിഗ്രഹാരാധന നടത്തുന്നതൊന്നും ദൈവത്തിന് അറിയത്തില്ലെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ ചിന്തകളെയും ആലോചനകളെയും ദൈവം അറിയുന്നു. വിഗ്രഹാരാധന നിമിത്തം ശിക്ഷിക്കപ്പെട്ട അവർ ബാബിലോണിൽ പരസ്യമായി വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടിൽ നിന്ന് അത് വ്യക്തമാക്കുവാൻ സാധിക്കുന്നു. അവർ പരസ്യമായിട്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചില്ലെങ്കിലും ഹൃദയത്തിൽ അവർ ആരാധിച്ചത് വിഗ്രഹത്തിനെ ആയിരുന്നു എന്ന് ഹൃദയങ്ങളെ ശോധന ചെയ്ത് അറിയുന്ന ഒരേ ഒരു ദൈവമാണ് സർവശക്തനായ ദൈവം. ആ ദൈവം നമ്മുടെ ഹൃദയ ചിന്തകളെ അറിയുന്നു. ആരും അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഓരോന്നും അറിയുന്നൊരു ദൈവമാണ്. കർത്താവായ ദൈവത്തിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ കണ്ണെല്ലാം അടയ്ക്കാൻ പറ്റും നമുക്ക്, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണടയ്ക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. എന്നാൽ വീടും നാടും പ്രിയപ്പെട്ടവരും എല്ലാം നഷ്ടപ്പെട്ട് അന്യനാട്ടിൽ പീഡനം അനുഭവിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അപ്പോഴും പ്രതിഷ്ഠിച്ചിരുന്നത് അവർ ഇസ്രായേലിൽ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയാണെന്ന് ദൈവം തൻ്റെ പ്രവാചകന് മനസ്സിലാക്കി കൊടുക്കുന്നു. സോ ദൈവത്തിൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും അത് പ്രവാചകനോടാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. പ്രവാചകനോട് വെളിപ്പെടുത്താതെ ഒന്നും തന്നെ ദൈവം ചെയ്തിട്ടില്ല. പ്രവാചകനെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്: ഭക്തിയുടെ ബാഹ്യമായ മൂടുപടം കൊണ്ട് മനുഷ്യനെ കബളിപ്പിക്കുവാൻ കഴിയുമെങ്കിലും അത് ബാഹ്യമായ മൂടുപടം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ വിഗ്രഹം വെച്ചുകൊണ്ട് ബാഹ്യമായിട്ട് കർത്താവ് യഹോവയെ ആരാധിക്കുന്നത് പോലെ ആയിരുന്നു. പക്ഷെ അത് മനുഷ്യൻ്റെ മുമ്പിൽ അതൊരു മൂടുപടമായിരിക്കാം. ദൈവം മറനീക്കി ഇതിനെല്ലാം കാണുന്ന ദൈവമാകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭക്തിയുടെ ബാഹ്യമായ മൂടുപടം കൊണ്ട് മനുഷ്യനെ കബളിപ്പിക്കുവാൻ സാധിക്കും, എന്നാൽ അത്യുന്നതനായ ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് വിളിച്ചറിയിക്കുന്നു. സോ ദൈവം അരുളുകയാണ്. അരുളപ്പാടുകളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. എന്തെന്നാൽ കാപട്യവും വിഷമവും നിറഞ്ഞ ഹൃദയമുണ്ട്. കാപട്യവും വിഷമവും നിറഞ്ഞ ഹൃദയം ആരാഞ്ഞറിഞ്ഞ് ശോധന ചെയ്യുന്നത് അന്തരംഗങ്ങൾ പരീക്ഷിച്ചറിയുന്നവനാണ് താൻ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അന്തരംഗങ്ങളെ പരീക്ഷിച്ചറിയുന്നവനാണ് കർത്താവായ ദൈവം.
അതുകൊണ്ട് മനുഷ്യൻ്റെ കാപട്യവും അകത്തുള്ള പല വിധത്തിലുള്ള ദുഷ്ടതകളും ഹൃദയത്തിനകത്ത് ഇരുന്നാലും അത് വെളിയിൽ കാണിക്കാതെ അവർ എത്രത്തോളം മറച്ചു വെച്ചിരുന്നാലും ഹൃദയങ്ങളെ, അന്തരംഗങ്ങളെ ശോധന ചെയ്യുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ഇതെല്ലാം കാണുവാൻ സാധിക്കുമെന്നാണ് യിരെമ്യാ 17:9 മുതൽ 10 വരെയുള്ള വചനം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നത്. മരം കൊണ്ടോ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ നിർമ്മിച്ച വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തെക്കാളുപരി എന്തിനെയെങ്കിലും പ്രതിഷ്ഠിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിത്തീരുന്നു. നമ്മൾ കർത്താവായ ദൈവമല്ലാതെ വേറെ ആരെ ഹൃദയത്തിനകത്ത് നമ്മൾ കൊണ്ടു നടന്നാലും പ്രതിഷ്ഠിച്ചാലും, അതൊരു പക്ഷേ പണമായിരിക്കാം, ആഗ്രഹം, സമ്പത്ത് ആഗ്രഹം, വസ്ത്രങ്ങളിൽ സ്ത്രീകളിൽ കാണാം സാരി, ഡ്രസ്സ്, കോസ്മാറ്റിക് ഐറ്റംസ്, പിന്നെ വിലമതിപ്പുള്ള സാധനങ്ങൾ, പിന്നെ അതിലേറെ ചില മനുഷ്യരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക. അപ്പം ഇതെല്ലാം ദൈവം പറയുന്നത് ഇതെല്ലാം വിഗ്രഹമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നമ്മുടെ ഹൃദയങ്ങളെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങൾ അത് എന്ത് തന്നെ ആയാലും നാം ദൈവത്തിനായി ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ. കർത്താവായ ദൈവത്തിന് മാത്രമേ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാവുള്ളൂ. കർത്താവായ ദൈവത്തിന് മാത്രമേ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കാവുള്ളൂ. കാരണം അനുദിനം നമ്മളെ നടത്തുന്നവൻ അവൻ മാത്രമാണ്. അവനറിയാതെ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇന്നുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം, അതെടുത്ത് പറയാൻ സാധിക്കും. പക്ഷേ നാളെ മുതൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിനെ അറിഞ്ഞ് അവനോട് ചേർന്ന് നിന്ന് അവനെ വിശ്വസിച്ച് നമ്മുടെ ജീവിതം അവൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഫ്യൂച്ചറിനെ അവൻ പ്ലാൻ ചെയ്ത് അതിനെ ഷേപ്പ് ചെയ്ത് നാളെ നടക്കാൻ പോകുന്നതും വരാൻ പോകുന്നതുമായിട്ടുള്ള എന്ത് നന്മകൾക്കും ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കും. ഒരുപക്ഷെ വരാൻ പോകുന്ന ഭയങ്കരമായിട്ടുള്ള ആപത്തുകൾ, വിപത്തുകൾ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവായ ദൈവത്തിന് സകലതും അറിയാം. ദൈവത്തിന് സകലതും സാധ്യമാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥനയോട് ദൈവവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഫ്യൂച്ചർ, ഓരോ ദിവസങ്ങളും അവൻ ഷേപ്പ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ സ്ഥാനത്ത് നമ്മൾ ആ സമയങ്ങളിൽ നമ്മൾക്ക് ഏറ്റ സമയത്ത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആപത്തുകളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും നമ്മൾക്ക് വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള എല്ലാ വിഗ്രഹങ്ങളും എടുത്ത് മാറ്റി കർത്താവായ ദൈവത്തിനെ പ്രതിഷ്ഠിക്കുക. ആ ദൈവം മാത്രമാണ് നമുക്ക് എല്ലാം. അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എൻ്റെ ദൈവം വാക്ക് തന്നാൽ വാക്ക് മാറാത്തവനാണ്. അവൻ കള്ളം പറയുവാനായിട്ട് അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. സർവശക്തനായ ദൈവത്തിന് അവൻ്റെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ എപ്പോഴും സന്തോഷവും സൗഭാഗ്യമുള്ളതാക്കി മാറ്റുവാൻ സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. എന്തെന്നാൽ ദൈവം നിഗൂഢത നിറഞ്ഞ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കുന്നവനാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചിന്തിച്ചാലും, ദോഷമായിട്ട് ചിന്തിച്ചാലും നന്മ ചിന്തിച്ചാലും കർത്താവായ ദൈവം അറിയുന്നു. ആ ഒരു ഭയം ദൈവത്തിൽ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകം ഒന്നും അല്ല. നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ ദൈവം തന്നെയാണ്. ഈ ലോകത്തിനെ സൃഷ്ടിച്ചവൻ, ആ സൃഷ്ടികർത്താവ്, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മുടെ പിതാവ്, ആ പിതാവിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കണം. ഈ ലോകം ശാശ്വതമല്ല. നമ്മൾ തന്നെ ഒരു പരദേശികൾ മാത്രമാണ് ഈ ലോകത്തിൽ. നമ്മൾ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ എന്നുള്ള കാര്യമെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഒരിക്കൽ ഈ ലോകത്തിൽ വന്നാൽ ഒരിക്കൽ നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ എന്തെല്ലാം ആർജിച്ചു കൂട്ടിയാലും സമ്പാദിച്ചു കൂട്ടിയാലും അതൊന്നും നമുക്ക് ശാശ്വതമല്ല. നമ്മൾ ഈ ലോകത്ത് പരദേശികളാണ്. ഈ പരദേശവാസം കഴിഞ്ഞ് നമുക്കൊരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറം വേറൊരു ജീവിതമുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് സ്വർഗമാണ്.
ദൈവം ആത്മാവായാൽ ആകയാൽ ആ ദൈവത്തിനെ ആത്മാവിൽ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്താൽ, ദൈവത്തിന് കർത്താവ് യേശുവിനെ വിശ്വസിച്ച് പാപങ്ങളെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ആ കർത്താവ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുകയും കർത്താവ് ദൈവത്തിൻ്റെ നാമത്തിൽ ജീവിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ എൻ്റെ ദൈവം വഴിയൊരുക്കി തരികയും ചെയ്യും. ഈ ലോകത്തിൽ നമ്മൾ കണ്ണടച്ചാൽ, നമ്മൾ സ്വർഗത്തിൽ കണ്ണ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും ആശകളും വിട്ടുതള്ളിയിട്ട് പാപങ്ങളിൽ നിന്ന് വിമുക്തിയായി, പാപമില്ലാത്ത ദൈവം, അറിയാത്ത ദൈവം, പാപത്തെ രുചിച്ചറിയാത്ത കർത്താവായ യേശു ക്രിസ്തു, പാപികളെ സ്നേഹിക്കുന്ന യേശു, ആ യേശുവിലേക്ക് മനസ്സ് മാറി മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് ഒന്നു വരികയാണെങ്കിൽ, ആ കർത്താവായ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വസിക്കാം. ഓരോ ദിവസവും നിങ്ങളെ വഴി നടത്തും. ദൈവം നിങ്ങളെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ.